ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു പാട്ടാണ് എനിക്ക് ഒരു എപ്പിസോഡിൻ്റെ ചെയ്യണമെന്ന് ഓർത്തപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്. കാരണം ഞാൻ ഈയിടെ കാനഡയ്ക്ക് പോയായിരുന്നു, ഒരു യാത്രാ വിവരണമാണ്. അപ്പോൾ ആ യാത്രയിൽ ഞാൻ പോയ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ, അതാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. ഒത്തിരി പാട്ടുകളുണ്ട് പൂവുകളെക്കുറിച്ചും ചിത്രശലഭങ്ങളെക്കുറിച്ചും ഒക്കെ, പക്ഷേ ഈ ഒരു പാട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് ആദ്യമേ തന്നെ, തമിഴാണ്, നമ്മുടെ അതിൻ്റെ ആക്സെൻറ്റ് നമ്മൾ പാടുന്നതൊന്നും ശരിയൊന്നുമല്ല, എങ്കിൽ പോലും ഞാനതങ്ങ് പാടിയത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ മാർച്ച് മാസത്തിൽ ഒന്ന് കാനഡയ്ക്ക് പോയായിരുന്നു. കാനഡയിൽ എൻ്റെ മൂത്ത ആങ്ങളയുടെ മോള് ഡിസംബറിൽ വന്നിട്ടുണ്ട്. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കാനഡയിൽ തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു പയ്യൻസാണ്, ആദർശ്. അപ്പം അവൾ പറഞ്ഞു, ഷൈനി ഞാൻ ജോലിക്കൊക്കെ ജോയിൻ ചെയ്യുന്നതിന് ഇപ്പുറം വാ, അപ്പോഴാകുമ്പം എനിക്ക് ഇനഫ് ടൈം കിട്ടും ഷൈനി ആൻറ്റിയോട് കൂടെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ടാണ്, നല്ല തണുപ്പായിരുന്നു, അവിടുത്തെ തണുപ്പ് പോയിട്ടില്ലായിരുന്നു, എങ്കിൽ പോലും ഞാൻ പോയത് ആ സമയത്ത്, തണുപ്പ് സമയത്ത് തന്നെ പോയത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മാർച്ച് 20 വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാനവിടെ ടൊറോണ്ടോയിലാണ് ഇവിടെ താമസിക്കുന്നത്, അവിടെ എയർപോർട്ടിലെത്തി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടൊറോണ്ടോയിലെ അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് 20 കഴിഞ്ഞ് പിന്നെ മിഡ് നൈറ്റ് കഴിഞ്ഞ് 21 ആവുകയാണ്. 21-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ ബർത്ത്ഡേകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിലും ദൈവാനുഗ്രഹത്താൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്കൊന്നും, അവരൊന്നും ഈ ബർത്ത്ഡേ ഒന്നും വലിയൊരു സംഭവമായിട്ട് അവരതിനൊന്നും സെലിബ്രേറ്റ് ചെയ്യുമോ, അവർക്ക് അവരുടേത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല, എൻ്റേത് മറക്കാറില്ല. ഓഫ് കോഴ്സ് അവർ വിഷ് ചെയ്യും എല്ലാ വർഷവും, അത്രയൊക്കെ ഉള്ളൂ. അവർക്ക് കൊച്ചുങ്ങളായിരുന്നപ്പോൾ ഞാൻ അവരുടെ ഒത്തിരി ഗ്രാൻഡായിട്ടൊക്കെ വെക്കുമായിരുന്നു. പക്ഷെ അവർ വലുതായപ്പോൾ അവർക്ക് അതിനൊന്നും വലിയ സെലിബ്രേഷൻസ് ഒന്നും താല്പര്യമില്ലാത്ത പിള്ളേരുണ്ട്, അവരതൊന്നും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞ് ഈ പിള്ളേർ രണ്ടുപേരും കൂടെ ഷൈനിയുടെ ബർത്ത്ഡേ എന്നാണല്ലോ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവർ പോയി കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പ്, നല്ല ബ്യൂട്ടിഫുൾ ഒരു ടോപ്പ്, പിന്നെ ഒരു കാർഡ്, അതിൻ്റെ വേഡിങ്സൊക്കെ നോക്കി സെലക്ട് ചെയ്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കും, ഷൈനി എപ്പോഴാണ് ഉറങ്ങുന്നത് മിഡ് നൈറ്റ് കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മക്കളെ, ഞാൻ ഉറങ്ങാൻ പോവുക, യാത്രയെന്ന് പറഞ്ഞാൽ ചെറിയ യാത്രകളിലും അടുത്ത് കിടക്കാം, നാളെ നമുക്ക് നയാഗ്ര ഫോൾസൊക്കെ കാണാൻ പോകേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരന്നേരം തന്നെ കേക്കൊക്കെ എടുത്ത് മുറിച്ച്, അപ്പോൾ എനിക്ക് വന്ന ഒരു സന്തോഷം ഭയങ്കര, നമ്മളെ ഇപ്പം അതിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരാളും കൂടെ ആകുമ്പോൾ നമുക്ക് ഒത്തിരിയും ഒരു സന്തോഷം വരും. ആ കുഞ്ഞുങ്ങൾ നമ്മളെ ഓർത്തിരുന്നല്ലോ, അവരുടെ ആ സമയമൊക്കെ അതിനുവേണ്ടി എടുത്ത് ഒരു കാർഡ് തപ്പിപ്പിടിക്കണം, വെഡിങ്സ് തപ്പിപ്പിടിക്കണമെങ്കിലും ഒരു ടോപ്പ് എടുക്കണമെങ്കിലും ഒരു കേക്ക് മേടിക്കണമെങ്കിലും ഒക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവർ ആ ഒരു അത്ര സമയം നമുക്ക് വേണ്ടി എടുത്ത് അത്രയൊക്കെ ചെയ്ത്. അപ്പം ഞാനെന്ന് പറയുന്നത് അവരുടെ വലിയമ്മ, അപ്പൻ്റെ പെങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക്, ആ കാരണവന്മാരുടെ മനസ്സിലോട്ടൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു കൊടുക്കുമ്പോഴത്തെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ഒരു വലിയ അനുഗ്രഹമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് ചെല്ലുവാണല്ലേ. അപ്പോൾ അങ്ങനെ അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ നയാഗ്ര ഫോൾസ് കാണാൻ പോയി. നമുക്കറിയാമല്ലോ, ലോകാത്ഭുതങ്ങളിലൊന്നായ നയാഗ്ര വെള്ളച്ചാട്ടം. അപ്പോൾ അതിങ്ങനെ എത്രയും അടുത്ത് നമ്മൾ കാണുക എന്ന് പറയുന്നത്, ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ വെള്ളച്ചാട്ടമാണ്. പിന്നെ തണുപ്പായതുകൊണ്ട് ഞങ്ങളിങ്ങനെ കിടുങ്ങനടിച്ച്, ഞാൻ പറഞ്ഞു ആ തണുപ്പാ മക്കളെ, പക്ഷെ അവർ പറയുന്നത് ഷൈനി ഇപ്പോൾ ഇവിടുത്തെ ഒത്തിരി തണുപ്പ് കുറഞ്ഞു. അവൾ ഡിസംബറിലാണ് വന്നത്, ഡിസംബറിൽ വന്നപ്പോൾ -18 അവൾ നയാഗ്ര കാണാൻ അന്നേരം പോയത്. അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കുറഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ ഈ താമസിക്കുന്ന നമ്മുടെ അമേരിക്കയിലെ ഓക്ലഹോമയിൽ തണുപ്പുണ്ടെന്ന് പറഞ്ഞാലും വർഷത്തിൽ 1-2 പ്രാവശ്യം ഇച്ചിരി ഐസ് വീടുന്നുള്ളത് കഴിഞ്ഞ് ഇത്രയും സിവിയർ തണുപ്പില്ലല്ലോ. അപ്പോൾ അങ്ങനെ
അവൾ തന്നെ അവൾക്ക് ഞാൻ പിക്ചറിനോട് വളരെ താല്പര്യമുള്ള ഒരാളാണെങ്കിലും അവൾ എന്നെക്കാട്ടിലും ഡബിൾ ട്രിപ്പിൾ ഭയങ്കര ഫോട്ടോ എടുക്കലുകാരത്തെയും റീലീഡിലുകാരത്തെയും ഒക്കെയാണ്. അപ്പോൾ അവൾ ഓടി നടന്ന് ഗ്ലൗസ് ഒന്നും ഇടാതെ നിന്ന് ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചേ എനിക്ക് കൂടെ വേണ്ടിയിട്ട് പിടിച്ചേക്കണം കേട്ടോടി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് കണ്ടപ്പം നല്ലതായിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. പക്ഷേ എനിക്ക് ആ വെളിയിൽ നിന്ന് കണ്ടതിലും എനിക്ക് ഇഷ്ടപ്പെട്ട വ്യൂ ഞങ്ങളിങ്ങനെ ഒരു അവിടെ ടണൽ പോലെയുണ്ട്, ഒരു ചുരം പോലെ. അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് ഈ നയാഗ്ര ഫോൾസ് താഴേന്ന് മുകളിലേക്ക് നോക്കി കാണുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മൾ ആ താഴേന്ന് അതിൻ്റെ ചുവട്ട് നിന്നിട്ട് മുകളിലേക്ക് നോക്കുന്ന പോലെയാണ്. അപ്പോൾ നല്ലൊരു ഭംഗി, പച്ച കളറിൽ, നീല കളറിൽ, വെള്ള കളറിലൊക്കെ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭയങ്കരമായ ഒരു ഭംഗി. അപ്പോൾ നമ്മൾ അതിലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ഈ ഇമാജിനേറ്ററി പവറൊക്കെ ഒത്തിരി കൂടുതലുള്ളവർക്കൊക്കെ ഞാനൊക്കെ ഇങ്ങനെ നമ്മൾ പറന്ന് ഇല്ലാതെ നമ്മളില്ലെന്നായി പോയിട്ട് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തുകൂടി ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണോ അതിൻ്റെ നടുക്ക് കൂടെ ഇടയ്ക്ക് കൂടെ എവിടെയോ ഒക്കെ പോകുന്ന ഒരു തോന്നൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിൻ്റെ നയാഗ്ര ഫ്ലൈറ്റ് എന്നും പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ വിമാനത്തിൻ്റെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. നമ്മൾ അവിടെ തന്നെയാണ് ആക്ച്വലി ഇരിക്കുന്നത്. പക്ഷേ അവർ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുവാണ്. നമ്മൾ ഇങ്ങനെ കുറച്ച് ഒരു പൂന്തോട്ടത്തിൻ്റെ അകത്തൂടെയൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നു. അപ്പോൾ ആ പൂക്കളുടെ മണമൊക്കെ നമുക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്യാം. അതുപോലെ നമ്മൾ കുറേ പച്ച ഗാർഡനുകളുടെ മുകളിൽ കൂടെ അതിൻ്റെ അടക്കത്തൂടെയൊക്കെ നടന്നു പോകുന്നു. നയാഗ്ര ഫോൾസിൻ്റെ മുകളിൽ കൂടെ പോകുന്നു, താഴെ കൂടെ പോകുന്നു, അകത്തൂടെ പോകുന്നു, നീന്തുന്നു. അങ്ങനെയൊക്കെ നമ്മളൊരു സ്വർഗത്തിലോ ഒരു ഭയങ്കര ഒരു വേറെ ഏതോ ഒരു ലോകത്ത് കുറച്ച് നിമിഷങ്ങൾ നമ്മളൊരു സ്വർഗത്തിൽ എത്തിച്ചേരുന്ന പോലത്തെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു സ്വർഗത്തിൻ്റെ അനുഭവം പോലെ അങ്ങനെ എനിക്കങ്ങ് തോന്നിപ്പോയി. അത്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ പൂക്കളുടെ മണത്തിൽ കൂടെ ആ പൂന്തോട്ടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു ബട്ടർഫ്ലൈ ഗാർഡൻ എന്നും പറഞ്ഞൊരു അതും എനിക്ക് ഭയങ്കര, അതാ ഞാൻ ആദ്യത്തെ ആ പാട്ട് പാടിയത്. ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെ ഈ ഭൂമിയുടെ എല്ലാ ഭംഗിയും കൂടെ ആവാഹിച്ച് ഒരു തമ്പുരാൻ കർത്താവിൻ്റെ ഒരു നാച്ചുറൽ പെയിൻറ്റിംഗ് ആണല്ലോ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത്. അത് നിറച്ച് വരകളും പൂക്കളും വർണ്ണങ്ങളും എല്ലാം വാരി വിതറിയ ചിത്രശലഭങ്ങളെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരേലും ഈ ഭൂമിയിലുണ്ടോ എനിക്കറിയത്തില്ല. ഞാനതൊരു മൃഗസ്നേഹിയേ അല്ല, പക്ഷേ എനിക്ക് ചിത്രശലഭങ്ങൾ, പക്ഷികൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതെല്ലാം അവരുടെ തന്നെ ആ ബട്ടർഫ്ലൈസിന് ചേരുന്ന രീതിയിൽ അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് ചിത്രശലഭങ്ങളെ ഏറ്റവും ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അവരിങ്ങനെ കയ്യിൽ ഇങ്ങനെ ജ്യൂസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇപ്പം ബട്ടർഫ്ലൈ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ ബട്ടർഫ്ലൈ ഗാർഡൻ കയറി ഉടനെ തന്നെ ഒരു നീലയും കറുപ്പും കൂടെ ഡിസൈനുള്ളൊരു ബട്ടർഫ്ലൈ എൻ്റെ ഈ ജാക്കറ്റിൻ്റെ പുറകുവശത്ത് വന്നങ്ങ് ഇരിപ്പായി. അത് കഴിഞ്ഞ് അത് പോകുന്നേ ഇല്ല. എല്ലാവരും എന്നെ തന്നെ നോക്കുമായിരുന്നു ഈ ബട്ടർഫ്ലൈ. ഇപ്പോൾ ആദർശ് കിച്ചൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഷൈനി ആൻറ്റിയാണ്, ഷൈനി ആൻറ്റിയുടെ പുറത്ത് ആ ബട്ടർഫ്ലൈ ഇങ്ങനെ ഇരിക്കും, അവിടെ നിൽക്കി ഞങ്ങൾ വീഡിയോ പിടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ തോട്ടം വിടുന്നോടെ വരെ എന്നെ വിടാതെ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പ്രിയപ്പെട്ട എന്നെ പിരിഞ്ഞു പോയ ആരോ എന്നെ വിടാതെ എൻ്റെ ദേഹത്ത് എന്നെ വന്ന് കണ്ടപ്പം അവതായിട്ട് ജനിച്ചതാണോ ചിത്രശലഭമായിട്ട് നമ്മൾ ചുമ്മാ നമ്മുടെ ഭാവനയിൽ ഇങ്ങനെയൊക്കെ തോന്നുമല്ലോ. അങ്ങനെ പോലും എനിക്ക് തോന്നിപ്പോയി. എന്നിട്ട് പോരാൻ നേരത്തെ അതിനെ പിടിച്ചിറക്കി വിട്ടിട്ട് പോരേണ്ടി വന്നെന്ന് പറഞ്ഞ പോലെ അത് നല്ല രസമാണ്. പല കളറിലുള്ള പല വലിപ്പങ്ങളിലുള്ള ഇങ്ങനെ അങ്ങനത്തെ കുറേ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്ന ഒരു ചിത്രശലഭങ്ങളുടെ ഒരു ലോകം അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കഴിഞ്ഞിട്ട് ഞങ്ങളന്ന് തിരിച്ചു വന്നു. പിന്നെ ഇനി ആദർശിന് ഓഫുള്ള ദിവസം, അവധിയൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾ കറങ്ങാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം ആദർശ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾ പല ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ അങ്ങനെയൊക്കെ പോയിട്ട് എനിക്ക് ഇഷ്ടം പോലെ, ഞാൻ ഡയറ്റിൻ്റെ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ചട്ടിച്ചോറ്, മറ്റേ ചോറ്, നൂൽ പൊറോട്ട എല്ലാ സാധനവും അടിച്ച് വെരുക്കി കഴിച്ചു ഇഷ്ടം പോലെ. പിന്നെ അവിടുത്തെ ദോശകൾ തന്നെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ദോശ തന്നെയുള്ള റെസ്റ്റോറൻറ്റ്, പല ടൈപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഞാനും ആദർശിച്ചും കൂടെ അടിച്ചു പൊളിച്ച് കുറേ ദോശക്കല്യാണമൊക്കെ നടത്തി. പിന്നെ അവിടുത്തെ പള്ളിയിൽ, അവരുടെ അടുത്തുള്ള നമ്മൾ ആദ്യമായിട്ട് പോകുന്ന പള്ളിയിൽ 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതൊക്കെ നടക്കും എന്നൊക്കെ നമുക്ക് ഒരു അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ 3-ന് പകരം 300 നിയോഗങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഷോർട്ടീകരിച്ച് തമ്പുരാൻ്റെ അടുത്ത് 2-3 നിയോഗമൊക്കെ വെച്ച് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കുക, കുർബാനയെ കൂടുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണല്ലോ. അപ്പം അങ്ങനെ കുർബാനയ്ക്ക് കൂടി. പിന്നെ അതുപോലെ ഞങ്ങൾ വരുന്നതിന് ഒരു 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ ടൊറോണ്ടോ ഡൗൺ ടൗണിൽ പോയി. അവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലമാണ് ഡൗൺ ടൗൺ. അപ്പോൾ അവിടെ ഒത്തിരി ടോളായിട്ടുള്ള കുറേ ബിൽഡിങ്സ്, അതിങ്ങനെ നല്ല രസമാണ്, നല്ല ഹൈറ്റിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ബിൽഡിങ്ങുകൾക്കാണ്. അതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് അടുത്തടുത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അത് അവിടെ നിന്ന് ഞങ്ങൾ ടൊറോണ്ടോ ഡൗൺ ടൗണിൽ നിന്ന് ഒരു ഫെറി, ഒരു ബോട്ടയിൽ കയറിയിട്ട് ഒരു ലേക്കിൽ കൂടെ ബോട്ടിൽ കയറി ഞങ്ങളൊരു ഐലൻഡ് ഉണ്ട് അവിടെ. 3 ഐലൻഡുകൾ ചേർന്ന ഒരു ഐലൻഡ്. എനിക്ക് പേരൊക്കെ ഞാനിപ്പം
സെൻട്രൽ ഐലൻഡ്, വാർഡ് ഐലൻഡ്, ഹാൻഡ്ലാൻഡ്സ് ഐലൻഡ്, അങ്ങനെ 3 ഐലൻഡുകൾ ഒത്തുകൂടിയ ഒരു ഐലൻഡ് ഉണ്ട്. അപ്പം അവിടെയോട്ട് ഞങ്ങൾ ഈ ബോട്ടയിൽ ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പം ഞാൻ ആ ജനുവരി ഒരു ഓർമ്മയിലെ ആ പാട്ടൊക്കെ അല്ലേ നമ്മുടെ മനസ്സിലിങ്ങനെ പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ എന്നുള്ള പാട്ടൊക്കെ അറിയാതെ ഇങ്ങനെ ഓർത്തു. അങ്ങനെ ഞങ്ങൾ അതിൽ പോയിട്ട് അവിടെ പോയിട്ട് ബീച്ചുണ്ട്, പാർക്കുണ്ട് ഒക്കെ അവിടെ. അതിൻ്റെ അകത്തൂടെ ഞാനും ആദർശം കിച്ചും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പിക്ചറുകളൊക്കെ എടുത്ത്, ബീച്ചുകളും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അവിടെയൊക്കെ പോയി കുറേ എൻജോയ് ചെയ്തു. അതിന് തിരിച്ച് വന്ന വഴി ഞങ്ങൾ ടൊറൻറ്റോ ടൗണിൻ്റെ ആ സിറ്റിക്കകത്തൂടെ ഭയങ്കര തണുപ്പാണ്. അതിൻ്റെ അകത്തൂടെ ഞാൻ തൊപ്പിയും ക്യാപ്പും കയ്യിൽ ഗൈസറായും ഒക്കെ ഇട്ടാണ് പോയത്. കിച്ചു അതിൻ്റെ ഇടയ്ക്ക് റീലൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ആക്രാന്തത്തിനിടയ്ക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി പിക്ചർ എടുക്കലും റീലുണ്ടാക്കലും ഒക്കെ. അതുകൊണ്ട് അവൾ ഫോട്ടോകളൊക്കെ അവളെ എടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ, തകിയും പുകിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, കൊച്ചേ എനിക്കും കൂടെ വേണ്ടിയിട്ട് പിടിച്ചേക്കണേ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഫ്രീ ബേഡായിട്ട് നടന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തൂടെയൊക്കെ നടന്നു പോയി. ഞാൻ അവിടെ ഒരു അക്വേറിയം അവിടെയാണ് പിന്നെ പോയത്. നല്ല ഒരു അക്വേറിയം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളുടെ ഒരു ലോകം. കൊച്ചു മത്സ്യം, വലിയത്, അങ്ങനെ പല സൈസിലും പല നിറത്തിലും. നമ്മൾ ഓർക്കും ഇത്രയും മത്സ്യങ്ങളൊക്കെ ഈ കടലിൻ്റെ അഗാധതയിൽ ഇത്രയധികം മത്സ്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ ഓർത്ത് പോകും. മത്സ്യങ്ങളുടെ ഒരു ലോകം. അതിൻ്റെ അകത്തൂടെ ഞാനും കിച്ചും കൂടെ ഓടി നടക്കുക. ഷൈനാൻ്റെ കൂടെ വയ്ക്കും, അതൊരു വലിയ മീൻ, അതൊരു കൊച്ചു മീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രസമായിരുന്നു അതിൻ്റെ അകത്തൂടെ. അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തൂടെയൊക്കെ കുറേ എൻജോയ് ചെയ്തു. നല്ലൊരു രസമായിരുന്നു ആ അക്വേറിയം കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ CN ടവർ എന്ന് പറഞ്ഞ് ടൊറോണ്ടോ ഡൗൺ ടൗണിൽ തന്നെയുള്ള അതൊരു ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, അത് ആ ടൗണിൻ ആ ഒരു അങ്ങനത്തെ ഒരു അതിനു വേണ്ടിയുള്ള ഒരു ടവറാണത്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ടവർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പുറകോട്ട് പോയിട്ട് വേറെ ഒത്തിരി പൊക്കമുള്ളതൊക്കെ വന്നിട്ടുണ്ട് അതിലും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിൽ പോയി. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് അതിൽ നിന്ന് നമ്മളൊരു ഈവനിങ് സമയം ലൈറ്റുകളെല്ലാം ഇങ്ങനെ ടൊറോണ്ടോ ടൗൺ മുഴുവൻ ഇങ്ങനെ ലൈറ്റുകളും അതെല്ലാം ഞാൻ ആ പൊക്കത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പം ആ ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ ലൈറ്റായ എല്ലാമായിട്ട് ആ വഴികളും പിന്നെ അവിടുത്തെ എയർപോർട്ട് ഒരു സൈഡിൽ നിന്ന് എനിക്ക് നോക്കുമ്പോൾ തോന്നുന്നു കടലും ദ്വീപ് കടൽ പോലെ എനിക്ക് തോന്നും. അപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ എനിക്കൊരു കരയും കടലും ഒരേപോലെ നമ്മൾ അത്രയും പൊക്കത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോഴത്തെ ആ രാത്രി സമയത്ത് ഒരു ഭയങ്കരമായ ഒരു ഫീലാണത്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജല്ല, ഗ്ലാസ് ഫ്ലോർ പോലെയാണ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അകത്തോടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ കുറേ ഹൈറ്റ് ചെയ്യുന്നല്ലേ, അപ്പം നമുക്ക് ഈ ഹൈറ്റൊക്കെ ഫോബിയ ഉള്ളവരൊക്കെ തല ഇറങ്ങി പോകും. അപ്പോൾ അങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ടൊറോണ്ടോ ടൗൺ മൊത്തം ഇങ്ങനെ അതിൻ്റെ അകത്തൂടെ കാണാം. അങ്ങനെയൊക്കെ വളരെ മനോഹരമായ ഒരു ഓർമ്മയാണത് ആ ഒരു യാത്ര, ആ ഒരു ഈവനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളന്ന് പിന്നെ വീട്ടിൽ വന്നു. പിന്നെ കുറേ ദിവസം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെയൊക്കെ ആ ഒരാഴ്ച വളരെ സന്തോഷകരമായിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കിച്ചു ഒരിക്കലും കുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത കിച്ചു കുക്കൊക്കെ ചെയ്ത് എനിക്ക് ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അവളെനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നതൊക്കെ കഴിച്ചു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചുമ്മാ നമ്മൾ വേറൊരിടത്തിൽ നിന്ന് നമുക്ക് അവിടുത്തെ അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്വയമായിട്ട് കുക്ക് ചെയ്ത് വെളിയിൽ പോയി കഴിച്ചും അങ്ങനെ കറങ്ങിയും ഒക്കെ ഞങ്ങൾ കുറേ നല്ല സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് കുറേ നല്ല ഓർമ്മകളും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ഓക്ലഹോമയ്ക്ക് പോന്നു. അപ്പം ഈ ഒരു ചെറിയ യാത്ര വിവരിക്കാൻ മാത്രമൊന്നും ഒരാളല്ല ഞാൻ. എങ്കിലും എനിക്കറിയാവുന്ന പോലെ ഞാൻ പോയ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഒരു ചാനൽ നമ്മളെല്ലാ കാര്യങ്ങളും മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ആ ഒരു യാത്ര നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെയായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.